കനത്ത വേനൽ ചൂടിനെയും അവഗണിച്ചുകൊണ്ട് ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ് മൂന്ന് മുന്നണികളും. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്തെ തകർക്കാനാകാത്ത വിശ്വാസം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മൂന്ന് മുന്നണികൾക്ക് മുന്നിലും നിറയെ വെല്ലുവിളികൾ നിറഞ്ഞ ദിനരാത്രങ്ങളാണ് ഇനി കടന്നു പോകാനിരിക്കുന്നത്. ഇടത് മുന്നണിയാകട്ടെ അവർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം എണ്ണി പറഞ്ഞുകൊണ്ട് വോട്ടുകൾ തങ്ങളുടെ പെട്ടിക്കുള്ളിൽ ഭദ്രമാക്കാൻ നോക്കുമ്പോൾ, വലതുപക്ഷമാകട്ടെ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുവാനും ഇതുവരെ ഇടത് മുന്നണികൾക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്ത വാഗ്ദാനങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് സുതാര്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി തന്നെ അവരുടെ മണ്ഡലത്തിൽ അത് നടത്തുമെന്ന ഉറപ്പോടുകൂടി തന്നെ വമ്പൻ വാഗ്ദാനങ്ങൾ കൂടിയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ആകട്ടെ വലിയ രീതിയിൽ ഈ വോട്ടുകൾ തങ്ങളുടെ പെട്ടിക്കുള്ളിൽ പെട്ടിക്കുള്ളിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള ഉറപ്പുകൾ അവരുടെ പക്കൽ നിന്ന്, വോട്ടർമാരുടെ പക്കൽ നിന്നും അവിടെ നിന്നും എടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിൽ ഒരു മാറ്റം വേണമെന്ന് തന്നെയാണ് ഓരോ മലയാളിയും ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇടത് ഭരണത്തിൽ ജനം അവിടെ മടുത്തു എന്നതാണ് ഓരോ വോട്ടർമാരും എണ്ണി എണ്ണി പറയുന്നതും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നാടിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ അനുയോജ്യമായ എല്ലാ മേഖലകളിലും വലിയ രീതിയിലൊരു ഉണർവുണ്ടാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് തന്നെ പൊതുജനം വിശ്വസിക്കുന്നതായി തന്നെയുള്ള ചില സർവേ ഫലങ്ങളടക്കം പുറത്തു വന്നിരുന്നു. 10 വർഷം ഭരിച്ചു മുടിച്ച ഇടത് പാർട്ടിയെ ഇനി വോട്ടർമാർ വിശ്വാസത്തിലെടുക്കില്ല എന്നും, കേരളത്തിൽ അവിടെ തൊഴിലില്ലായ്മ അടക്കം വർദ്ധിക്കാനുള്ള കാരണം ഇവിടുത്തെ 10 വർഷം ഭരിച്ച പാർട്ടി തന്നെയാണ് എന്നും, എന്നാൽ ഇനി ഇവർ ഭരണത്തിൽ വരരുതെന്നും, ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും ജനം ഇവിടെ വിധി എഴുതുകയാണ് ചെയ്തിരിക്കുന്നതെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. അതേസമയം അഴിമതി രഹിത കേരളം എന്ന സ്വപ്നം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. ശബരിമല വിഷയം പോലും ഇടത് സർക്കാരിന്റെ പ്രതിച്ഛായയെ പ്രതികൂലമായി തന്നെ ബാധിച്ച ഒരു വിഷയമായി മാറിയിരുന്നു. എന്നാൽ അതിനെയെല്ലാം കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ ഭരണത്തിലേക്ക് വരാനുള്ള ഒരു വഴിയായി തന്നെ അവർക്ക് അനുകൂലമായി തന്നെ ഭവിക്കുന്നു എന്നതായി തന്നെ വിലയിരുത്തപ്പെടുന്നു. എന്നാൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന പ്രീപോൾ സർവേ ഫലമാകട്ടെ അത് പൊതുജനങ്ങളിലേക്ക് തെറ്റായ ആശയങ്ങൾ എത്തുന്നതിലേക്ക് വഴിതെളിക്കുകയും അത് കേരളത്തിൽ വീണ്ടും ഒരു തുടർ ഭരണം ഉണ്ടാകുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടുതലായി തന്നെ സർവേ ഫലത്തിൽ പ്രതിഫലിക്കുന്നതായി തന്നെ എടുത്തു സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ചില വിലയിരുത്തലുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ വ്യക്തമായ ചില അജണ്ട ഉണ്ട് എന്നും രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരുന്നു. എന്നാൽ ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോഴും UDF തന്നെ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയും UDF അധികാരത്തിൽ വരികയും അവർക്ക് കൂടുതൽ മേൽക്കൈ ഉള്ളതായി തന്നെ സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഇടയിൽ ഇപ്പോൾ പ്രീപോൾ സർവേ ഫലങ്ങൾ അത് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിക്കൊണ്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. ശാസ്ത്രീയ അടിത്തറയില്ലാത്ത സർവേകൾ സംരക്ഷണം ചെയ്യുന്നത് അത് വിലക്കണമെന്നതാണ് ഇപ്പോൾ KPCC അംഗമായ JS അഖിലിന്റെ പരാതിയിൽ പറയുന്നത്. മണ്ഡലത്തിൽ ജയം പ്രവചിക്കുന്ന സർവേകൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും മാർഗരേഖ പുറത്തിറക്കണമെന്നും ഈ പരാതിയിലൂടെ പറയുകയാണ്. സർവേയുടെ രീതിയും സാമ്പത്തിക സ്രോതസ്സും വെളിപ്പെടുത്താൻ മാധ്യമങ്ങളോട് നിർദ്ദേശിക്കണമെന്നതാണ് ഇതിലൂടെ തന്നെ ഈ കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.